3-4 ദിവസങ്ങൾക്ക് ശേഷം നല്ലൊരു വെയിൽ കാണുന്നുണ്ട്. ചെടികളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ വെയിലായിട്ട് ഇങ്ങനെ നിൽക്കണതാണ് നല്ല ഭംഗിയാണ് ചെടികളൊക്കെ. ഇന്ന് ആ കുമ്പളങ്ങ പൊട്ടിക്കാനുള്ളൊരു തിരക്കിലാണ്. അതിങ്ങനെ മുകളിൽ പ്ലാവിൻ്റെ മുകളിലാണ് കയറിക്കണത്. കുറച്ച് ഉയരത്തിലാണ് നിൽക്കണത്, അത് വലിച്ചിടുന്നത്. ഇതുണ്ടല്ലോ, ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ താഴെ വീണ് എന്തായാലും പൊട്ടും. ഇത് നോക്കാം, എന്തായാലും പൊട്ടിച്ച് നോക്കാം. അങ്ങനെ കുമ്പളങ്ങ കിട്ടി. ഇത് പൊട്ടിച്ചപ്പോൾ അതിൻ്റെ കൂടിൻ്റെയായിരുന്ന ചെറുതും കൂടി പോന്നു. വേപ്പ് കണ്ടോ, നന്നായിട്ട് താഴ്ച വളർന്നേക്കാം. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് വേപ്പില കട്ടി ഉണ്ടാക്കാം. 3-4 ദിവസങ്ങൾക്ക് ശേഷം നല്ലൊരു വെയിൽ കാണുന്നുണ്ട്. ചെടികളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ വെയിലായിട്ട് ഇങ്ങനെ നിൽക്കണതാണ് നല്ല ഭംഗിയാണ് ചെടികളൊക്കെ. ഇന്ന് ആ കുമ്പളങ്ങ പൊട്ടിക്കാനുള്ളൊരു തിരക്കിലാണ്. അതിങ്ങനെ മുകളിൽ പ്ലാവിൻ്റെ മുകളിലാണ് കയറിക്കണത്. കുറച്ച് ഉയരത്തിലാണ് നിൽക്കണത്, അത് വലിച്ചിടുന്നത്. ഇതുണ്ടല്ലോ, ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ താഴെ വീണ് എന്തായാലും പൊട്ടും. ഇത് നോക്കാം, എന്തായാലും പൊട്ടിച്ച് നോക്കാം. അങ്ങനെ കുമ്പളങ്ങ കിട്ടി. ഇത് പൊട്ടിച്ചപ്പോൾ അതിൻ്റെ കൂടിൻ്റെയായിരുന്ന ചെറുതും കൂടി പോന്നു. വേപ്പ് കണ്ടോ, നന്നായിട്ട് താഴ്ച വളർന്നേക്കാം. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് വേപ്പില കട്ടി ഉണ്ടാക്കാം. 3-4 ദിവസങ്ങൾക്ക് ശേഷം നല്ലൊരു വെയിൽ കാണുന്നുണ്ട്. ചെടികളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ വെയിലായിട്ട് ഇങ്ങനെ നിൽക്കണതാണ് നല്ല ഭംഗിയാണ് ചെടികളൊക്കെ. ഇന്ന് ആ കുമ്പളങ്ങ പൊട്ടിക്കാനുള്ളൊരു തിരക്കിലാണ്. അതിങ്ങനെ മുകളിൽ പ്ലാവിൻ്റെ മുകളിലാണ് കയറിക്കണത്. കുറച്ച് ഉയരത്തിലാണ് നിൽക്കണത്, അത് വലിച്ചിടുന്നത്. ഇതുണ്ടല്ലോ, ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ താഴെ വീണ് എന്തായാലും പൊട്ടും. ഇത് നോക്കാം, എന്തായാലും പൊട്ടിച്ച് നോക്കാം. അങ്ങനെ കുമ്പളങ്ങ കിട്ടി. ഇത് പൊട്ടിച്ചപ്പോൾ അതിൻ്റെ കൂടിൻ്റെയായിരുന്ന ചെറുതും കൂടി പോന്നു. വേപ്പ് കണ്ടോ, നന്നായിട്ട് താഴ്ച വളർന്നേക്കാം. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് വേപ്പില കട്ടി ഉണ്ടാക്കാം.